കൂട്ടുകാരെ, മലയാള ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവനാഥ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെ ബിറ്റ്കോയിൻ ഗോൾഡ് എങ്ങനെ മൈൻ ചെയ്യാമെന്നാണ്. അതിനായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് നോക്കാം. നിങ്ങളെല്ലാം പോയിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ ചെയ്യണ സംഭവം ലൈക്ക് അടിക്കുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യം വരും വീഡിയോസൊക്കെ. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പേജ് സബ്സ്ക്രൈബ് എത്തിയിട്ട് അപ്പോൾ നമുക്ക് 100 അടിക്കാം. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡിസ്കോഡ് എല്ലാ സാധനങ്ങളും ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് ചെയ്യുക. പിന്നെ പുതിയൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ലൈവ് സ്ട്രീം ചെയ്യാറുണ്ട്, അതൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം, നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ഗൈസ് സംഭവം വെച്ചാൽ ബിറ്റ്കോയിൻ ഗോൾഡ് നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ്. ബിറ്റ്കോയിൻ, എത്തീരിയം, ഡോജ് കോയിൻ, ഷിബ ഇനു ഇങ്ങനത്തെ കോയിൻസ് ഒക്കെ കേട്ടിട്ടുള്ളൂ. പിന്നെ മുനീറോ എന്നൊരു കോയിൻ ഉണ്ട്, അത് നല്ല കോയിനാണ്. ഇന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ബിറ്റ്കോയിൻ ഗോൾഡ് ഇതൊക്കെ വെച്ചാൽ നമുക്ക് CPU വെച്ച് മൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ബിറ്റ്കോയിന്, ഡോട്ട്സ് കോയിൻ ഇതൊക്കെ വെച്ചാൽ നമ്മൾ ഗ്രാഫിക് കാർഡ് വെച്ചാൽ അല്ലെങ്കിൽ ASIC മൈനർ വെച്ച് മൈൻഡ് ചെയ്യേണ്ട കോയിൻസ് ആണ്. ബിറ്റ്കോയിൻ ഗോൾഡ് നല്ല പ്രോഫിറ്റബിൾ ആണ് ഗൈസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഒരു ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തിട്ട് unmineable.com എന്ന് അടിക്കുക. നിങ്ങളുടെ ഈ എല്ലാ വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾ ആദ്യം തന്നെ BTG എന്ന് അടിക്കുക. ബിറ്റ്കോയിൻ ഗോൾഡ് ഓപ്ഷൻ വരും, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് റാൻഡം മെത്തഡ്സ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും, Xmrig അല്ലെങ്കിൽ മൈനിങ് ആപ്പ്. Xmrig ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടായി github.com അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നീല ചേർന്ന സംഭവം ഉണ്ടാകും. ഈ ഒരു വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. MSVC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിരിക്കും കിട്ടുക. അതിൻ്റെ ഇത്രയും സാധനം ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ അവിടെ വെച്ചേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആവശ്യമുള്ള സാധനം കൂടി ഉണ്ട്. ഇത് നമുക്ക് ഇനി അടുത്ത മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു സാധനം ഡൗൺലോഡ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ ഒരു വാളറ്റ് വേണം. കാരണം ഇത് മൈൻ ചെയ്തിട്ട് എങ്ങനെയെല്ലാം അയക്കണമല്ലോ. അപ്പോൾ അയക്കുന്ന സംഭവത്തിന് പറയുന്നത് ക്രിപ്റ്റോ വാളറ്റ് നിർത്തും. അപ്പോൾ ഈ എക്സഡസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഗെറ്റ് എക്സഡസ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതാ ഈ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ, ബാക്കപ്പും ബാക്കി കുറേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ വാളറ്റിൽ പോയിട്ട് ഇപ്പോൾ ഗൈസ് വാളറ്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്താ ഇവിടെ ഉണ്ടാവും ബിറ്റ്കോയിൻ ഗോൾഡ് എന്ന് പറയുന്നുണ്ടാവും. അത് കണ്ടില്ലെങ്കിൽ സെറ്റിംഗ്സ് അസറ്റിൽ പോയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ ബിറ്റ്കോയിൻ ഗോൾഡ് കിട്ടിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ഇത് രണ്ടും ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ അയക്കണമെങ്കിൽ നമുക്ക് സെറ്റപ്പ് പരിപാടികൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തല്ലോ, ഇവിടെ സ്റ്റാർട്ട് എന്നൊരു സംഭവം ഉണ്ടാവും. അത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ നോട്ട് പാഡ് വരുന്നതായിരിക്കും. നോട്ട് പാഡിൻ്റെ അകത്ത് ആദ്യം @echo പോസ്റ്റ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കളഞ്ഞിട്ട് ഈ സംഭവം അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവർ ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഏഷ്യയിലാണെങ്കിൽ ഏഷ്യ, യൂറോപ്പ് ആണെങ്കിൽ യൂറോപ്പ്, US ആണെങ്കിൽ US. ഞാൻ ഇപ്പോൾ ഏഷ്യ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പറയുന്നത് കോയിൻ, നമ്മൾ ഏത് കോയിനാണ് മൈൻ ചെയ്യുന്നത് ആ BTG കൊടുക്കാം. അത് കഴിഞ്ഞാൽ യോർ വർക്ക് അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ വർക്ക് അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ റിസീവ് ബട്ടൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കാശ് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, യോർ ബിറ്റ്കോയിൻ ഗോൾഡ് അഡ്രസ് എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ നോട്ട് പാഡ് വന്നിട്ട് ഈ അഡ്രസ്സ് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ വർക്കർ നെയിം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ കൊടുത്തോ. അത് ഇതിൽ ബേസ് ചെയ്യില്ല, അത് എഫക്റ്റും ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോ. വെൻഡിൽ മൈനറിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബോണസ് ടിപ്പ് വേണമെങ്കിൽ തരാം. കാരണം ഇതിൽ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1% നമ്മുടെ മൈൻ ചെയ്തതിൻ്റെ ഷെയർ അവരെടുക്കും, അതിൻ്റെ ഫീസ് ആയിട്ട് എടുക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും. 0.75% അത്ര എടുക്കണമെങ്കിൽ എൻ്റെ വെബ്കാമിൻ്റെ മേലായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ മേലായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഈ വർക്കർ നെയിം ഇട്ട് #, ഇട്ടിട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ #, ഇട്ടിട്ട് ആ കോഡ് പേസ്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ Ctrl+S അമർത്തി സേവ് ചെയ്യുക. ഓക്കെ, അത്രയുള്ള പരിപാടി. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യാം. കാരണം അത് ശരിക്കും ഇത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാതും ഓഫ് ചെയ്തിട്ട് വല്ല ഐഡിയലായിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. കാരണം ഇത് നന്നായിട്ട് CPU വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്ത് നമുക്ക് ഇതെല്ലാതും ക്ലോസ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്ത് ഇവിടെ Xmrig വന്നിട്ട്
ഈ സ്റ്റാർട്ട് കണ്ട ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യും. ഇങ്ങനെ ഒരു CMD വരും. ഇത് നിങ്ങൾ നോക്കണ്ട, ഇവിടെ യെസ് അടിച്ചു കൊടുത്താൽ അപ്പോൾ ഈ പഴയ CMD ഉണ്ടല്ലേ, ഇത് നിങ്ങൾ ക്ലോസ് ചെയ്യുക, ഇതും ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇത് വന്നു. ഓക്കെ, ഇത് വന്നതിന് ശേഷം നിങ്ങൾ ഇതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ കുറച്ച് നിങ്ങൾക്ക് എററൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. സംഭവമൊന്നുമില്ല, എനിക്കിവിടെ ഹ്യൂജ് പേസസ് പെർമിഷൻ ഗ്രാൻഡഡ് ആണ്. അത് നിങ്ങൾക്ക് അൺഅവൈലബിൾ ഉണ്ടാവുക. ഗൂഗിളിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ എനേബിൾ ചെയ്യുന്നു. കാരണം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അത് ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെ അതുമാതിരി ഇവിടെ വേണ്ട ഇന്നിറ്റ് ഇതില്ല രജിസ്റ്റർ വാല്യൂസ് ഫോർ ഇന്റർന്ന് അവിടെ ഒരു MDR മോഡ് എന്നിട്ട് എന്നെ വരുന്നത്. അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എൻ്റെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ വേണ്ട, ഞാൻ മൈൻ ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ബിറ്റ്കോയിൻ ഗോൾഡ് മൈനിങ് എന്ന് വെച്ചാൽ. ഇത്ര സിമ്പിളാണ് ഗൈസ്. ഇതിൽ പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. നമ്മളിത് മൈൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കർ അഡ്രസ്സ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ അഡ്രസ്സ് കൊണ്ടുപോയിട്ടുള്ള വാൾട്ട് അഡ്രസ്സ് ഇല്ലേ, അത് കൊണ്ടുപോയിട്ടുള്ള അൺമൈനബിളിൽ പോയിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ കാണിക്കുക നമ്മൾ എത്ര മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മിനിമം പേ ഔട്ട് ഉണ്ടോ, 0.1515 ആണ്. ബിറ്റ്കോയിൻ ഗോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ഡോസിലേക്ക് വാലറ്റിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിറ്റ്കോയിൻ മൈനിങ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബിറ്റ്കോയിൻ ഗോൾഡ് മൈനിങ് ഗൈസ്. അപ്പോൾ ഈ മൈനിങ് വല്ല പ്രശ്നം നിങ്ങൾക്ക് വരാണെങ്കിൽ നിങ്ങളെല്ലാവരും പോയിട്ട് വല്ല ഹെൽപ്പ് വല്ല വേണമെങ്കിൽ നമുക്ക് കമൻസിൽ ഇട്ടാൽ മതി, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര സേഫാണ്, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇതിനുള്ള കാൽക്കുലേഷൻസ് ഹാഷ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുള്ള വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും പോയിട്ട് ഒരു ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ വരെ ദേവനാഥ് സൈനിങ് ഓഫ്.